ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റാനിക് മാക്സി തുന്നുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈറ്റാനിക്കിൻ്റെ, പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് സെൻറ്റർ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. അതിന് ശേഷമാണ് ലേസൊക്കെ വെക്കുന്നതുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ 2 പ്രാവശ്യം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കായിപ്പോയി. എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് ലേസ് വെക്കുക എന്നുള്ളതാണ്. അപ്പം താഴത്തെ ഭാഗത്തും അതേപോലെ നെക്കിൻ്റെ ആ ഒരു കേവിൻ്റെ ഹാഫ് ഭാഗത്തും വെക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ടൈറ്റാനിക് വീഡിയോ എന്ന് പറയുന്നത് താഴത്തെ ഭാഗം എല്ലാം കൂടെ ഒരുമിച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റായി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സൈഡിലെ 2 ഭാഗത്തും ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വശം ചെയ്തെടുത്തതുപോലെ തന്നെ മറ്റൊരു വശത്തിൻ്റെയും ആ ഒരു സൈഡ് ഭാഗം ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പുറത്തെ വശത്ത് ചെയ്യേണ്ടതില്ല, അവിടെ സ്ലീവിൻ്റെ ഭാഗമാണ് വരുന്നത്.
അടുത്തത് ആ രണ്ട് ഭാഗവും സെൻറ്റർ ഭാഗത്ത് വെച്ച് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം. ഇപ്പോൾ രണ്ട് ഭാഗവും ഒരേപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി നെക്കിൻ്റെ ബാക്ക് വശത്തിൻ്റെ ആണ്. അപ്പോൾ ബാക്ക് വശത്തിന് ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ക്രോസ് പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് തിരിച്ചിട്ട് ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം നെക്ക് ഫിനിഷാക്കി എടുക്കുക. അടുത്തത് സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായി വെച്ചതിന് ശേഷം ആ ഒരു സൈഡ് വരെ, അതായത് രണ്ട് വശത്തിൻ്റെയും താഴത്തെ ഭാഗം കറക്റ്റായി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഇറങ്ങിയിട്ടുണ്ടാകും. അതിന് കാരണം ലേസ് വെച്ചതുകൊണ്ടാണ്. മറ്റൊരു ഭാഗത്തും ഇതേപോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയ പീസ് എടുക്കുക. അതിനുശേഷം
ഫ്രണ്ട് ഭാഗത്തും അതേപോലെ ബാക്ക് വശത്തിൻ്റെയും പ്ലീറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഫ്രണ്ട് ഭാഗത്തിൻ്റെ പ്ലീറ്റ് വെക്കുന്നത് നോക്കാം. അപ്പോൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അവിടെ വി കട്ട് വെച്ച് ഒന്ന് ഉറപ്പിക്കുക. അതിനുശേഷം ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് സ്ലോപ്പ് ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഒരു ക്രോസ് വരുന്ന ആ ഒരു ഭാഗം തൊട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലീറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് വശത്ത് വെക്കുമ്പം നോർമലായി പീസിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് പ്ലീറ്റ് എടുക്കാം. ഇവിടെ ലൈസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നോർമലായി പ്ലീറ്റൊക്കെ ഇട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ബാക്ക് വശത്തും സെൻറ്റർ ഭാഗം പോലെ തന്നെ എടുത്ത് ഫ്രണ്ട് ഭാഗത്തെ പോലെ തന്നെ സെൻറ്റർ ഭാഗം വെച്ച് പ്ലീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടൈറ്റാനിക് മാക്സിയാണ്. സിബിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇനി ബാക്ക് വശത്തും അതേപോലെ ഫ്രണ്ടിൻ്റെ നെക്ക് ഭാഗത്തൊക്കെ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതേപോലെ സ്റ്റിച്ച് വേഗം പോരില്ല. അടുത്തത് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വശത്തിൻ്റെയും ജോയിൻ ചെയ്ത് താഴത്തെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
അതേപോലെ ഫ്രണ്ട് ഭാഗത്ത് ജസ്റ്റ് ഒരു ലേസിനെ കൊണ്ട് തന്നെ ഒരു ചെണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി മാക്സികൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു ടൈറ്റാനിക് നൈറ്റി തുന്നുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.